സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ. ഈ കഥ ഇതുവരെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? കാരണം അങ്ങനെ ചുരുളഴിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രാഥമികമായി തന്നെ കേൾക്കുമ്പോൾ വല്ലാത്ത രീതിയിലൊരു ഞെട്ടലാണ്. മാത്രമല്ല കമ്മിറ്റ് ഈ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരാഴം നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. ഒരു മനുഷ്യനോ എങ്ങനെയല്ല ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അതായത് ഇഞ്ചിഞ്ചായി തല്ലി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്കാണ് കൃത്യങ്ങളൊക്കെ പോകുന്നത്. അതുതന്നെയാണ് ആ യുവാവ് ഈ ക്രൂരത ഏറ്റുവാങ്ങിയ പീഡനം അനുഭവിച്ച വ്യക്തി തന്നെ തുറന്നു പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പിടയുകയാണ്. ഈ സംഭവത്തെ പൊതുവെ തുടക്കം മുതൽ നമ്മൾ രാവിലെ മുതൽ മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തേക്ക് വിട്ടത് മുതൽ കേൾക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഡോക്ടർ എൽസി ഉമ്മന് തോന്നുന്നത്? തുടക്കം മുതൽ തന്നെ ഒരുപാട് ട്വിസ്റ്റ് ഇതിനകത്തുണ്ട്. അത് തന്നെയല്ല, നമുക്ക് കണക്ഷൻ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നടന്നിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു പീഡന മുറകൾ തന്നെയാണ്. അത് എന്ത് മോട്ടീവിന്റെ പുറത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് സെക്സ് ചാറ്റ് ഉണ്ടായി, അത്തരം തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അതൊരു പക്ഷേ ഈ പണം തട്ടിയെടുക്കാനുള്ളവർ തുടക്കത്തിൽ ആ ഒരു സ്റ്റെപ്പല്ലേ സാധാരണ വെക്കാറ്. കാരണം ഒരു പരിചയം ഉണ്ടെങ്കിൽ അതൊരു മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അവർക്കത് പിന്നീട് ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീട് അത് ദുരുപയോഗം ചെയ്യാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് കാലത്ത് ന്യൂസിലൂടെ തന്നെ നമ്മൾ കേട്ടതാണ്, ആരുടെയോ ഫോൺ കോൾ ഇവര് സ്വീകരിച്ചിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻസ് നേടുന്നതായിട്ട് നമ്മൾ വാർത്തയിൽ കേട്ടതാണ്. അപ്പോൾ അതാരാണ് ആ വ്യക്തി? അതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമല്ലേ? അപ്പോ ഒരു ഗ്യാങ് ആക്ടിവിറ്റി ഇതിന്റെ പുറകിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതും ഇല്ലേ? കാരണം ഒരു മൂന്നാമത് ആരെയോ ഒരാൾ, ഒരു തേർഡ് പേഴ്സണെ അവര് നിരന്തരം കോണ്ടാക്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് തേടുന്നതായിട്ടാണ് ഈ ഇര തന്നെ കാലത്ത് വാർത്തയിലൂടെ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടത്. അപ്പോൾ ഈ തരത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് ലിങ്ക്സ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാം, ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ ഉപയോഗിച്ച്, വികാരങ്ങളെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ മനുഷ്യരെ വഞ്ചിക്കുക അല്ലെങ്കിൽ ചൂഷണം ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു പക്ഷേ ഡോക്ടർ എൽസി ഉമ്മൻ, അവിടെ ആ വീട്ടിൽ കാണുന്ന വളരെ ശോചനീയാവസ്ഥയിലുള്ള ആ വീട്ടിൽ കാണുന്ന സാങ്കേതികത്വം നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പഴക്കമുണ്ട്, ആ ക്യാമറ വെച്ചേക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇവരുടെ പശ്ചാത്തലം ഊഹിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്കാണ് അസ്വാഭാവികമായി ഇവിടെ ക്യാമറ വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കാലത്ത് നമ്മൾ പിന്നെയും കേൾക്കുകയുണ്ടായി, ഈ വ്യക്തി ഒരു സ്ഥലത്ത് ജോലി അടിയുറച്ച് നിൽക്കുന്നില്ല. ഒരു 1-2 വർഷം കൂടുമ്പോൾ പലയിടത്ത് ജോലി മാറി പോകുന്നു. അത് തന്നെയല്ല, ഗ്രാമപ്രദേശത്തിന്റെ ഒരു അന്തരീക്ഷം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപഴകൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫെമിലിയാരിറ്റി, ഇതൊന്നും ഈ വ്യക്തികൾക്ക് ആർക്കും തന്നെ ഇല്ല. അപ്പോ അവര് ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ഒരു കയ്യകലം വെച്ച് തന്നെയായിരുന്നു തുടക്കം മുതൽ പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെയല്ല, അത്രയും ഒരു ശോച്യാവസ്ഥയിലുള്ള ഒരു വീട്ടിൽ ഒരു ക്യാമറയൊക്കെ വെക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ ഒരു ലക്ഷ്യം ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇല്ലിസിറ്റ് അഫെയർ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്യുക? ഡിവോഴ്സിന് പോകാം, അല്ലെങ്കിൽ ഭാര്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ കേസിന് പോകാം. ആ തരത്തിലൊക്കെയാണ് സാധാരണ ചെയ്യുക. ചിലപ്പോൾ മർദ്ദനം ഉണ്ടാകാം, അതും ശരിയാണ്. പക്ഷെ ഈ അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം എന്ന് പറയുന്നത് അത് എല്ലാ നീതിന്യായ വ്യവസ്ഥകളെയൊക്കെ ലംഘിച്ച് അതിനെ മറികടന്നിട്ടുള്ള നിലയിൽ, അത് തന്നെയല്ല ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുമുണ്ട്. അപ്പോ നിയമത്തെ ഭയമുള്ളവരെ ഈ രംഗങ്ങൾ ചിത്രീകരിച്ച് സ്വന്തം ഫോണിൽ അത് സൂക്ഷിച്ചു കൊണ്ടുപോയി നടക്കുക എന്ന് പറയുന്നത് അവിടെയും അത് ദുരൂഹമല്ലേ? ശരിയാണ്, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചു, അതിന്റെ ഒരു വ്യക്തിവൈരാഗ്യം തീർത്തു, അതിന്റെ തെളിവുകൾ നശിപ്പിക്കുകയല്ലേ സാധാരണഗതിയിൽ, അഥവാ അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷെ ഇത് അവരുടെ ഫോണിൽ സൂക്ഷിക്കുകയുണ്ടായി. അതല്ല, അത് വെച്ച് പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു തരത്തിൽ തന്നെ എത്തുകയുണ്ടായി. അപ്പോ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് ശരിയായിട്ടുള്ള ഒരു സാമാന്യ മനുഷ്യൻ റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിയാക്ഷനെ അല്ല. അത് തന്നെയല്ല, ഒരു സാമാന്യ മനുഷ്യൻ പ്രതികരിക്കുന്ന തരത്തിലുള്ള ഒരു മേലുപദ്രവമോ അല്ലെങ്കിൽ പീഡനമോ ഒന്നും തന്നെയല്ല. ഇത് അതിര് വിട്ടു പോകുന്നത് തന്നെയാണ്. അത് തന്നെയല്ല, ഈ ആഭിചാര കർമ്മങ്ങളെ കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ ശുദ്രത്തെ കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ മന്ത്രവാദത്തെ കൂട്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നതും അവിടെയും ഒരു അപാകതയില്ലേ? ഇപ്പോൾ ഒരു അവിഹിതം കണ്ടുപിടിച്ചെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഡ്രമാറ്റിക് സീൻ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ഇതൊക്കെയും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു പക്ഷേ അവർക്ക് ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തരത്തിലൊരു സോഷ്യൽ അറ്റാക്ക്, ഒരു എഞ്ചിനീയറിംഗ് അറ്റാക്കിന് പോകുന്നതിന് അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പിടിക്കപ്പെടുമോ ഒക്കെ.
അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവൃത്തിയെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ആത്മവിശ്വാസം വേണം, അതിനുള്ള ഒരു ധൈര്യം വേണം, അതിനുള്ള ഒരു തന്റേടം വേണം. അപ്പൊ അങ്ങനെ പോകുന്നവര് ഒട്ടുമിക്ക ശതമാനം ആളുകളും ഈ തരത്തിലുള്ള അനാചാരങ്ങളെയും ഈ തരത്തിലുള്ള ക്രിയകളെയും ഡോക്ടർ എൽ സി ഉമ്മൻ തുടരുക. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കാരണം ഒരു ഭർത്താവ് പറയുന്നു ഭാര്യയിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ സംശയം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു. പക്ഷേ അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഡ്രാമയ്ക്ക് ഒത്ത് ചില തിരക്കഥകൾ മെനഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നു. ഹണി ട്രാപ്പ് ആണെങ്കിൽ, സാധാരണഗതിയിലാണെങ്കിൽ നമുക്കറിയാം ഹണി ട്രാപ്പ് കേസുകളിൽ ഈ പറയുന്ന ഇരയെ കൂടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് സാധാരണഗതിയിൽ. അതിനപ്പുറത്തേക്ക് ഒരു കൊടിയ ക്രൂരതയിലേക്ക്, ശാരീരികമായ അങ്ങേയറ്റം ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിക്കുന്ന, ശരീരം ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള നടപടികളും കൃത്യവും നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. പിന്നീട് മറ്റൊരു ക്യാരക്ടർ കൂടി വരികയാണ്. കാരണം ആലപ്പുഴ സ്വദേശിയായ ആ യുവാവിൻ്റെ റോൾ എന്താണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചുരുളഴിയാനുണ്ട്.